നീ ഇത് എവിടെ കറങ്ങി നടക്കുവാടാ? ഇങ്ങ് വന്നേ. എന്താ മുത്തശ്ശി? ദേ ഈ ചീപ്പം കൊണ്ട് പിടിച്ചേ. എന്നിട്ട് ഇങ്ങോട്ട് ഇരുന്ന് മോളിന്ന് താഴോട്ട് താഴോട്ട് ഇങ്ങനെ പതുക്കെ ചെയ്യണം. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ആ ഇങ്ങനെയൊക്കെ പഠിക്കുന്നേ. വാടാ ഇങ്ങോട്ട്. അല്ല വാ ഇങ്ങോട്ട്. അല്ല മുത്തശ്ശി, അത് ഞാൻ ചെയ്ത ശരിയാവോ? അവിടെ ഇരിക്കെ. അവിടെ ഇത് പിടിച്ചേ. പിടിക്കേ. ഇനി ചെയ്യിക്കോ. ഇങ്ങനെയല്ലേ? അയ്യ അങ്ങനെയല്ല. പിന്നെ മോളിന്ന് താഴോട്ട് ചെയ്യുക. മോളിന്നാ? ആ ചെയ്യുക. ആ ഇപ്പൊ ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ. നോക്കിയിരിക്കാതെ ചെയ്യടാ. മുത്തശ്ശി ഇപ്പൊ വരാട്ടോ. അടുക്കളയിലെ പെണ്ണ് എന്താക്കിയോ എന്തോ. ഗോമതിയേ, എന്താ വിളിക്കുന്നേ? അല്ല, ആദ്യയുടെ ഗതികേട് ഓർത്ത് ചിരിച്ചു പോയതാ. ഓ, വേണ്ട വേണ്ട, അവിടെ ഇരുന്നു. നിങ്ങളുടെ പണി നടക്കട്ടെ. എവിടെ മുത്തശ്ശി? ഞാനിവിടെ ഉണ്ട്. നല്ല കാഴ്ചയും കണ്ടോണ്ടാ ഞാൻ വന്നത്. ഈ സന്തോഷം ആദ്യം പങ്കിടേണ്ടത് അമ്മയോടല്ലേ? അതിനെന്താ, പരമ സന്തോഷം. ആ നിങ്ങളുടെ മുടിച്ചിക്കല് നടക്കട്ടെ. അയ്യോ മുത്തശ്ശി, മതി. ആ മതിയെങ്കി മതി. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. മോളെ, അമ്മയെ വിളിച്ചോണ്ട് അകത്തേക്ക് വാ. വാമേ. സുകൃത, 7 ജന്മത്തിന്റെ സുകൃതം. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. അവൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ ലോകത്തൊരു ആണിനും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. ആദ്യം എന്റെ തലമുടി ചെയ്തെന്ന് കണ്ടിട്ടാണോ അമ്മ ഈ പറയുന്നത്? അത് സോമനസാല ചെയ്തൊന്നുമല്ല. മുത്തശ്ശി പറഞ്ഞപ്പോ ഞങ്ങളെ പെട്ടുപോയതാ. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? മുത്തശ്ശി പറഞ്ഞപ്പോ തന്നെ അത് ചെയ്യാനുള്ള മനസ്സവൻ കാണിച്ചില്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്ന? ഒന്നും അറിയാത്ത പോലെ. അമ്മയ്ക്കെല്ലാം അറിയാം. ഇനി കൂടുതലൊന്നും നീയായിട്ട് അറിയിക്കണമെന്നില്ല. ഞാൻ പറയുന്നതെല്ലാം നീ അങ്ങ് അനുസരിച്ചാ മതി. അമ്മ പറയുന്നത് അനുസരിച്ചല്ലേ ഞാനിപ്പോ ഈ അനുഭവിക്കുന്നത്. നീ എന്തനുഭവിച്ചു? സ്വയം ജീവിതം നശിപ്പിച്ച നിനക്ക് ദൈവാനുഗ്രഹം കൊണ്ടല്ലേടി ഇങ്ങനൊരു കുടുംബത്തെ കിട്ടിയത്. ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയല്ലേ? അതെ, അവരെല്ലാം കൂടെ നിൽക്കുന്നതാ എന്റെ ഭയം. സത്യങ്ങൾ അറിയുമ്പോ ഇപ്പൊ കൂടെ നിൽക്കുന്നവരെല്ലാം നാളെ ശത്രുക്കളായിട്ട് മാറില്ലേ? അതിന് നിന്നോട് ആര് പറഞ്ഞു സത്യങ്ങൾ അറിയിക്കാൻ? ഇവിടെ ആരും വന്ന് ഒരു സത്യവും പറയാൻ പോകുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ഇവിടെ ഉള്ളവരാരും വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലെന്ന് അമ്മയ്ക്ക് എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. അത് തന്നെ. നീയായിട്ട് ആരോടും വിളിച്ചു പറയാതിരുന്നാ മതി. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തോണ്ട് പോണോന്ന് ആദിക്ക് നന്നായിട്ടറിയാം. ആദ്യയുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആദ്യം മാത്രല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇത് തന്നെയല്ലേ നീ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ഇതങ്ങ് അവസാനിപ്പിക്ക്. ഇതൊക്കെ പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ അമ്മേ? ഏത് നിമിഷവും പൊട്ടാവുന്നൊരു ബോംബും തലക്കീഴിൽ വെച്ചോണ്ടാ ഞാൻ ഉറങ്ങുന്നത്. അമ്മയ്ക്കറിയോ? ആദി കൂടെ ഉള്ളിടത്തോളം കാലം ആ ബോംബ് പൊട്ടാൻ പോകുന്നില്ല. അമ്മയ്ക്കതിൽ എന്താ ഉറപ്പ്? ഉറപ്പുണ്ടടി. നീ ഇത്രയും കാലം അവന്റെ കൂടെ ജീവിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നീ ഇതുവരെ അവനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കോടികളും ലക്ഷങ്ങളും മുടക്കി ഓരോ പെൺകുട്ടികളെ അച്ഛനമ്മമാര് കല്യാണം കഴിച്ച് വിട്ടിട്ട് 3-ാം പക്കം അടിച്ചു പിരിയുന്ന കാലം ഇത്. ആണും പെണ്ണും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാ അത് ലോട്ടറി അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ന്. അവിടെയാ നിനക്ക് ഇങ്ങനെ ഒരു മഹാസൗഭാഗ്യം വീണ് കിട്ടിയത്. മുന്നിൽ വന്ന് നിന്ന് മാടി വിളിക്കുന്ന ദൈവത്തെ നീ പുറം കാലുകൊണ്ട് തട്ടിക്കളയല്ലേ മോളെ?
സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ അവന് നിനക്ക് ഭർത്താവായി കിട്ടാൻ വേണ്ടിയായിരുന്നു. എന്നാ പിന്നെ എനിക്ക് ആദ്യം തന്നെ ആദ്യം സ്നേഹിച്ചാ പോരായിരുന്നോ? ദേ, നീ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നാടകം കളിച്ച് ഞങ്ങളെയൊക്കെ പറ്റിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആദ്യം നിന്റെ കവിളത്ത് കൈവയ്ക്കുന്നത് ഞാനായിരിക്കും. പിന്നെ ഈ ജന്മം നിനക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാവില്ല. അമ്മയും മോളും തമ്മിൽ എന്താ ഒരു സ്വകാര്യം? ഞങ്ങൾ ചുമ്മാ ഓരോ കുശലങ്ങൾ പറഞ്ഞ് നിൽക്കായിരുന്നു. എന്നാ പിന്നെ ഈ ചായ കുടിച്ചിട്ട് കുശലം പറഞ്ഞു. ഞാൻ പറയായിരുന്നു അമ്മേ, എന്റെ മോളെ പോലെ ഭാഗ്യം ചെയ്തൊരു പെണ്ണ് ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടല്ലേ അവക്ക് ആദ്യ പോലൊരു പയ്യനെ സ്വന്തമാക്കാൻ പറ്റിയത്. അങ്ങനെയൊന്നും പറയണ്ട, എന്റെ ആദ്യക്കുട്ടനും ഭാഗ്യവാൻ തന്നെയാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പൊന്നു മോളെ അവന് കിട്ടിയത്. ശരി, സമ്മതിച്ചു. അവള് മാത്രമല്ല, അവനും ഭാഗ്യവാനാ. ഇവരുടെ ഭാഗ്യം ചെയ്ത ജീവിതം കാണാൻ ഭാഗ്യം ലഭിച്ച നമ്മളും ഭാഗ്യവാന്മാർ തന്നെയാ. എന്താ പോരെ? അതെ, സന്തോഷായി. എന്നാ പിന്നെ അതേ സന്തോഷത്തോടെ ഞാൻ പോട്ടെ. ഹലോ, പറയൂ. ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. എന്നാ പിന്നെ ഞാനിങ്ങോട്ട്. തിരക്കില്ലെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോകാം. കുറച്ച് തിരക്കുണ്ട്. അല്ല, ആദി ഇവിടെ? ആദി അവനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആദിക്കുട്ടോ. മേഡം, ഞാൻ വിളിക്കാവേ. ദാ വരുന്നു. എന്താ ചേച്ചി? ചേച്ചിയല്ല, ഞാനാ വിളിച്ചത്. ഇറങ്ങുന്നു പറയാൻ. പോട്ടെ മോനെ. എന്നാലും കഷ്ടമായിപ്പോയി. കളക്ടറമ്മ ഉണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു സ്പെഷ്യൽ പച്ചടിക്ക് വട്ടം കൂട്ടുമായിരുന്നു. സാരമില്ല, ഇനി വരുമ്പോ കഴിക്കാം. ശരി മോളെ, സൂക്ഷിക്കണേ. അമ്മേ, ശരി. ശരി. ആ